ഓഗസ്റ്റ് 24 21 ഞായറാഴ്ചയിലെ സുവിശേഷം. ലൂക്ക 13:22 മുതൽ 30 വരെ വാക്യങ്ങൾ. ഒരു ആൺകുട്ടി മോഷണം നടത്തുന്നതിനിടെ പിടിക്കപ്പെടുകയും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയും ചെയ്തു. വധശിക്ഷയ്ക്ക് മുമ്പ് തൻ്റെ അമ്മയെ കാണാനും അവളോട് സംസാരിക്കാനും അവൻ ആഗ്രഹിച്ചു. അവൻ്റെ അമ്മ അവൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് അമ്മയുടെ കാതിൽ ഒരു രഹസ്യം പറയാനുണ്ട്. അവൾ അവളുടെ ചെവി അവൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നപ്പോൾ അവൻ അത് ഏതാണ്ട് കടിച്ചു പറിച്ചു. സമീപത്ത് നിന്ന് പരിഭ്രാന്തരായി, ഇത്രയും ക്രൂരവും മനുഷ്യത്വരഹിതമായൊരു പെരുമാറ്റം എന്തുകൊണ്ടാണ് അമ്മയോട് ചെയ്തത് എന്ന് അവനോട് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, അത് അവളെ ശിക്ഷിക്കാനാണ്. ഞാൻ ചെറുപ്പമായിരുന്നപ്പോൾ ചെറിയ ചെറിയ സംഗതികൾ മോഷ്ടിക്കാൻ തുടങ്ങി. അവ അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുവന്നു. എന്നെ ശിക്ഷിക്കുന്നതിന് പകരം അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് ആരും നോട്ട് ചെയ്യില്ല. ഈ അമ്മ എന്നെ ശിക്ഷിക്കാതിരുന്നത് മൂലമാണ് ഇന്ന് ഞാൻ ഈ അവസ്ഥയിലെത്തിയത്. ഹെബ്രായർക്കുള്ള ലേഖനത്തിൽ ഇന്നത്തെ 2ാം വായനയിൽ നമ്മൾ കേൾക്കുന്നു, കാരണം കർത്താവ് താൻ സ്നേഹിക്കുന്നവരെ പരിശീലിപ്പിക്കുന്നു. അവൻ തൻ്റെ പുത്രന്മാരായി അംഗീകരിക്കുന്ന ഏവരെയും ശിക്ഷിക്കുന്നു. തീർച്ചയായും ഏതൊരു ശിക്ഷയും ആ സമയത്ത് ഏറ്റവും വേദനാജനകമാണ്. എന്നാൽ പിന്നീട് അത് സമാധാനത്തിലും നന്മയിലും ഫലം പുറപ്പെടുവിക്കുന്നു. ദൈവത്തെ പിന്തുടരുന്നത് എല്ലായ്പ്പോഴും എളുപ്പമല്ല എന്ന് ഇന്നത്തെ ഞായറാഴ്ചത്തെ വായനകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സുവിശേഷത്തിൽ യേശു ഇടുങ്ങിയ വാതിലിനെക്കുറിച്ച് സംസാരിക്കുന്നു. പലരും പ്രവേശിക്കാൻ ശ്രമിക്കും, പക്ഷേ എല്ലാവരും വിജയിക്കില്ല എന്ന് അവിടുന്ന് പറയുന്നു. പരിശ്രമം, വിശ്വാസം, സ്ഥിരമായ ഹൃദയം എന്നിവ അതിനാവശ്യമാണ്. പാത ദുഷ്കരമാകുമ്പോഴും ദൈവത്തോടൊപ്പം നടക്കാൻ സുവിശേഷം നമ്മെ ക്ഷണിക്കുന്നു. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം എല്ലാവരും വ്യത്യസ്ത വെല്ലുവിളികൾ നേരിടുന്നു. ഇവ നേരിടുമ്പോൾ ശരിയായത് ചെയ്യാൻ നാം സ്ഥിരോത്സാഹം കാണിക്കുന്നുണ്ടോ, അതോ പിൻവാതിലൂടെ എളുപ്പവഴി സ്വീകരിക്കുന്നുണ്ടോ? നമ്മെ ദേഷ്യം പിടിപ്പിക്കുന്ന സാഹചര്യങ്ങൾ നേരിടുമ്പോൾ നാം എത്ര തവണ ശാന്തരായിരിക്കും? നമ്മളെക്കാൾ മികച്ചവരും വിജയകരവുമായ ആളുകളെ കാണുമ്പോൾ എത്ര തവണ നാം അസൂയയ്ക്ക് വഴങ്ങുന്നു? സത്യം പറയേണ്ട സാഹചര്യങ്ങൾ നേരിടുമ്പോൾ എത്ര തവണ നാം കള്ളം പറഞ്ഞിട്ടുണ്ട്? നമ്മുടെ സ്നേഹം, ബഹുമാനം, ദയ എന്നിവ ആവശ്യമുള്ള ആളുകൾ, നമ്മുടെ മാതാപിതാക്കന്മാർ, ജീവിതത്തിലെ നമ്മുടെ ദമ്പതികൾ, കുട്ടികൾ, അയൽക്കാർ, അനാഥർ, വിധവകൾ, ദുർബലരും പിന്നോക്കക്കാരും, ഏകാന്തരും, വൃദ്ധരും, ഇവരെല്ലാം കാണുമ്പോൾ നമ്മൾ എത്ര തവണ അവർക്ക് നമ്മുടെ സ്നേഹം നൽകിയിട്ടുണ്ട്? പ്രലോഭനകരമായ സാഹചര്യങ്ങളെ നേരിടുമ്പോൾ എത്ര തവണ നമ്മൾ ആ ഇന്ദ്രിയപരമായ കാമത്തിന് വഴങ്ങിയിട്ടുണ്ട്? നീതിക്കും ശരിക്കും വേണ്ടി സംസാരിക്കേണ്ട സാഹചര്യങ്ങളെ നേരിടുമ്പോൾ എത്ര തവണ നമ്മൾ ശബ്ദിച്ചിട്ടുണ്ട്? കഠിനാധ്വാനം ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെ നേരിടുമ്പോൾ എത്ര തവണ അലസതയ്ക്ക് വഴിയൊരുക്കി പിന്നീട് ചെയ്യാമെന്ന് പറഞ്ഞ് കാര്യങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ട്? ഇടുങ്ങിയ വാതിലൂടെ കടന്നു പോകേണ്ട സാഹചര്യങ്ങളാണിവ. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മൾ ആരും പരിപൂർണരല്ല. യേശു നാം അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ അവസരങ്ങൾ നമുക്ക് നൽകുന്നു എന്നതാണ് സന്തോഷ വാർത്ത. ഈ ഭൂമിയിൽ നടന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സ്നേഹവാനും ക്ഷമിക്കുന്നവനുമായ വ്യക്തിയാണ് യേശു. അവൻ നമ്മുടെ മനുഷ്യത്വത്തെയും ബലഹീനതയും മനസ്സിലാക്കുന്നു.
ചിലപ്പോഴൊക്കെ നമ്മൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുമെന്നും സ്വയം കുറ്റപ്പെടുത്തുമെന്നും തെറ്റായ തീരുമാനങ്ങൾ എടുക്കുമെന്നും കുറച്ചു കാലത്തേക്ക് അവനിൽ നിന്ന് അകന്നു നിൽക്കുമെന്നും എല്ലാം യേശുവിനറിയാം. എന്നിട്ടും യേശു നമ്മെ സ്നേഹിക്കുന്നു. തൻ്റെ രാജ്യത്തിലേക്ക് വരാൻ അവൻ നമ്മെ ക്ഷണിക്കുന്നത് ഒരിക്കലും നിർത്തുന്നില്ല. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.